ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഏത് റോഡിലും നിങ്ങൾക്ക് ക്ലച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുക. അതായത് നിങ്ങളുടെ കാല് കൃത്യമായിട്ടും ഏത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള മൂവ് ആകുന്ന പോയിന്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റോഡിലും ക്ലച്ച് കൺട്രോളിങ് അല്ലെങ്കിൽ ക്ലച്ച് ബാലൻസിങ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയും. വണ്ടി ഓഫാകത്തേ ഇല്ല. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യും. പക്ഷേങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം, എന്നെങ്കിലേ നിങ്ങൾക്കത് ഗുണമായിട്ട് വരത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴും ഞാനിപ്പോൾ നിരപ്പ് റോഡിലാണ് എടുക്കുന്നത്. എന്നിട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ക്ലച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് തന്നെ കാണുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിരപ്പ് റോഡാണ്. നിരപ്പ് റോഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും. കാരണം മുന്നോട്ട് പോകാനായിട്ട് ബ്രേക്കിനെ നമ്മൾ ചവിട്ടി പിടിക്കുകയാണല്ലോ. അതുകൊണ്ട് ബ്രേക്കിനെ ജസ്റ്റ് നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ആക്സിലറേഷൻ പെഡലിൽ വെറുതെ കാല് വെക്കുക. ശ്രദ്ധിക്കുക, വെറുതെ വെക്കാവുള്ളൂ, ചവിട്ടി കൊടുക്കരുത്. ചവിട്ടി കൊടുത്താൽ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലച്ചിൽ നിന്ന് എത്രത്തോളം പതുക്കെ നിങ്ങളുടെ കാലയക്കാൻ കഴിയുമോ അത്രത്തോളം പതിയെ അയച്ചു വരിക. ഇപ്പം ഞാൻ ക്ലച്ച് ഔട്ടിയിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് ഞാൻ പതുക്കെ കാലയക്കുകയാണ്. ഇത് ബാലൻസ് ചെയ്യാൻ പഠിക്കാനുള്ളൊരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതേ, ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം, അത് മാത്രം ശ്രദ്ധിക്കുക. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ചു വരികയാണ്. അയച്ചു വരുന്ന സമയത്ത് ഇതുവരെ വണ്ടി നീങ്ങിയില്ല. ഇപ്പോൾ വണ്ടിക്കുള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധയോടെ വീണ്ടും ക്ലച്ച് ചെയ്യുന്ന അയക്കുക. വളരെ ശ്രദ്ധയോടെ പതുക്കെ അയക്കുക. സ്പീഡ് കൂടരുത്, പതിയെ അയക്കുക. ദേ, ഞാൻ പതിയെ അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നേ ഇല്ല. നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് ഞാനിത് ഈ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് കാല് താഴെ എടുത്ത് വെച്ച് കാണിക്കാം. ദേ, ഇപ്പം ആ കറക്റ്റ് വണ്ടി നീങ്ങുന്ന പോയിന്റിലാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് വന്നപ്പം എൻ്റെ വണ്ടി ഇതേ ക്ലച്ച് തന്നെ നീങ്ങുകയാണ്. ഇതേ ക്ലച്ച് തന്നെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നു. കണ്ടോ, ഇപ്പം ഞാൻ ആ കറക്റ്റ് ആ ക്ലച്ച് ബാലൻസ് ചെയ്താണ് പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടേ ഇല്ല. പക്ഷെങ്കിൽ നമ്മുടെ വണ്ടി നിരപ്പ് റോഡിൽ ക്ലച്ചിൽ പോവുകയാണ്. കണ്ടോ, ദേ ഞാൻ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്ക് വാഹനത്തെ നീക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു നിരപ്പ് റോഡിൽ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്താൽ നമ്മുടെ വണ്ടി നീങ്ങും. അപ്പം വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് അവിടെ വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ ലെവലിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ തന്നെ പതിയെ അയച്ചു കഴിഞ്ഞാൽ അയച്ച് വണ്ടി നീങ്ങുന്നത് മനസ്സിലാക്കുക. ഒരുവിധം നന്നായിട്ട് നീങ്ങിയിട്ട് മാത്രമേ ഈ പോയിന്റിൽ നിന്ന് പൂർണ്ണമായിട്ട് കാലയക്കാവുള്ളൂ. ഇപ്പം പറയുകയാണെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, വൈബ്രേഷനിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്ന സമയത്ത് ആ പതിയെ അവിടെ കാലിരിക്കുക. എന്നിട്ട് അവിടുന്ന് പതിയെ അയക്കുക. ഒറ്റയടിക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ക്ലച്ച് ബാലൻസ് ചെയ്യാൻ കഴിയും. അതൊരു നൂൽ പോയിന്റാണ്. ഇത് നിങ്ങൾ ഇങ്ങനെയൊന്ന് പരീക്ഷിക്കണം. ഇനി നമുക്കതൊരു ചെറിയ സ്ലോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്താണ്, ഇങ്ങനെ നീങ്ങുമോ? ഇപ്പം നിങ്ങൾ നോക്കുക, ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അതായത് നിരപ്പ് റോഡാണോ എന്ന് ചോദിച്ചാൽ നിരപ്പാണ്, എന്നാൽ ചെറിയൊരു സ്ലോപ്പുണ്ട്. ഇപ്പം ഞാൻ ബ്രേക്ക് നടത്താൻ വണ്ടി ബാക്കിലേക്ക് റോളാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്കേ കാല് വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക. എത്രത്തോളം പതുക്കെ അയക്കാമോ അത്രത്തോളം പതുക്കെ അയച്ചു വരിക. ഇപ്പം അയച്ചു വരുന്ന സമയത്ത് നമുക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ പലപ്പോഴും വണ്ടി ഓഫായി പോകും. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട, വീണ്ടും ശ്രമിച്ച് നോക്കണം ഫസ്റ്റ് ഗിയറിൽ. ഇതേ, ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വന്നു. വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, പതിയെ ബ്രേക്കിൽ നിന്ന് ഒന്ന് അയച്ചു നോക്കുക, നമ്മുടെ വണ്ടി നീങ്ങുന്നുണ്ടോ എന്നറിയാം. ഇതേ
ബ്രേക്ക് എന്ന് അയച്ചപ്പോൾ വണ്ടി നീങ്ങി. എന്താണ് ആ വൈബ്രേഷൻ ലെവലിൽ വന്ന് വണ്ടി നീങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ സമയത്ത് വണ്ടി പുറകോട്ട് ഉരുണ്ടു പോകുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിൽ ചവിട്ടി പിടിച്ചതുകൊണ്ടാണ് വണ്ടി നീങ്ങാതിരുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രേക്കിൽ നിന്നൊന്ന് അയച്ചു കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്, വാഹനം നീങ്ങി. അപ്പോൾ ചെറിയ സ്ലോപ്പിലാണെങ്കിൽ ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിന്റ് മനസ്സിലാക്കും. ഇപ്പം ഞാനത് വീണ്ടും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചെറിയ വളവിൽ ഞാനിത് ചെറിയൊരു സ്ലോപ്പിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ട് എടുത്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ വണ്ടി സ്ലോ ആണ്. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, ക്ലച്ചിലും വന്നു. ഓക്കെ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചു. കയറ്റമാണ്, ബ്രേക്കിൽ അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ വണ്ടി നീങ്ങുന്നുണ്ടോ നോക്കുകയാണ്, വണ്ടി നീങ്ങുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് ഞാൻ വീണ്ടും അയക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് ഞാൻ അയച്ചു, വണ്ടി നീങ്ങുന്നില്ല. ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ നൂൽ പോയിന്റിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയക്കുകയാണ്. അതായത് ഒരു ചെറിയ രീതിയിലാണ് അയക്കുമ്പോൾ എൻ്റെ വണ്ടി ഈ കയറ്റത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കയറ്റമാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ക്ലച്ച് ഔട്ടാണ്, നിങ്ങൾ നോക്കിയേ. ക്ലച്ച് ഔട്ട് ചെയ്യപ്പോൾ എൻ്റെ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ട് പോകുന്നുണ്ടോ, കണ്ടോ. വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു, കണ്ടോ. അപ്പോൾ ഇത് ചെറിയൊരു സ്ലോപ്പാണ്, അത് നിങ്ങൾക്ക് ഐഡിയ കിട്ടാനാണ് ഞാൻ ക്ലച്ച് ഔട്ടി കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്കേ വെക്കുന്നു, കറക്റ്റ് പോയിന്റിലേക്ക് വരുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതേ വണ്ടി കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്തു. ഞാൻ ആക്സിലറേഷൻ പോലും കൊടുക്കുന്നില്ല, ഹാഫ് ക്ലച്ചിൽ നിന്ന് പതിയെ അയക്കുമ്പോൾ ഈ ചെറിയ സ്ലോപ്പിൽ വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ കയറുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, ഇവിടെ പതിയെ ഒന്ന് ആക്സിലറേഷൻ കൂടി ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇതിനാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഹാഫ് ക്ലച്ചിൽ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വണ്ടിയെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്, കറക്റ്റ് വണ്ടിയുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഏതാണെന്ന് അറിയത്തില്ല. കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് കാലെടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് പേര് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമ്പോൾ ഒറ്റയടിക്ക് കാലെടുക്കും. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് വാഹനത്തെ എടുക്കാൻ കഴിയാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതി പരീക്ഷിക്കുക. അപ്പോൾ നല്ല കയറ്റത്താണെങ്കിൽ എന്ത് ചെയ്യണം, അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഇവിടെ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒന്ന് എടുത്ത് കാണിക്കാം. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കറക്റ്റ് ബ്രേക്കിൽ ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ കറക്റ്റായിട്ട് വരുന്നു. ഓക്കെ, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് എടുക്കുകയാണ്, വണ്ടി ബാക്കിലേക്ക് ഇപ്പോൾ റോൾ ആകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതിയെ ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. എന്നിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല കയറ്റമാണ്, എന്ത് ചെയ്യണം, കറക്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേഷൻ പോയിന്റിലേക്ക് വരിക, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടിയെ കയറ്റത്ത് ഇതുപോലെ എടുക്കാം, കണ്ടോ. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലച്ച് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വണ്ടി ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരക്കുള്ള ഏതൊരു സാഹചര്യത്തിലും ചെറിയ കയറ്റങ്ങളിലൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.